എൻഡിഎയുടെ സ്ഥാനാർത്ഥികളായ കോട്ടയത്തെ തുഷാർ വെള്ളാപ്പള്ളിയും പത്തനംതിട്ടയിലെ എൻഡിഎ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയും മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഞങ്ങൾ വികസന പ്രവർത്തനത്തിന്റെ വിഷയങ്ങൾ വളരെ വിശദമായി തന്നെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാടുകൾ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്തുള്ള കാര്യങ്ങൾ മുഴുവൻ അതിനുശേഷം ഞങ്ങൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് ഇവർക്ക് എന്താ ആൻസർ ഇല്ലാത്ത ഞങ്ങൾ ചോദിക്കുന്നത്. ലവ് ജിഹാദ് വിഷയം പറയുന്ന സമയത്ത് ഇവർക്ക് ആർക്കും ആൻസർ ഇല്ല. അതുപോലെ റബ്ബറിന്റെ വിഷയം പറയുന്ന സമയത്ത് ആൻസർ ഇല്ല. അതിനെക്കുറിച്ച് ഞങ്ങൾ ചോദിക്കുമ്പോൾ എന്താ ഉത്തരം പറയാത്തത്? നിങ്ങൾ കേക്കില്ലായിരിക്കാം. പക്ഷേ ഇവിടെ 2 DGPമാർ വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൂടാതെ ഇവിടുത്തെ മുൻ മുഖ്യമന്ത്രി, ഏതായാലും കേരളത്തിലെ അത്രയും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു മുഖ്യമന്ത്രി വേറെ ഇല്ല. അദ്ദേഹം വളരെ വ്യക്തമായി നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എന്തിനാ ഈ പറയുന്ന ഇവിടെ എന്തോ ഇല്ല, അതിന് രണ്ടാമത് പരാതി പോയി അന്വേഷണം നടക്കട്ടെ. ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വരും. അന്വേഷിപ്പിക്കും, തീർച്ചയായിട്ടും, സംശയമില്ല. അല്ല, ഇതിനകത്ത് ഏതാണെങ്കിലും ലവ് ജിഹാദ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇവിടെ സാധാരണ മലയാളിക്കില്ല. തെറ്റുപറ്റിയിട്ടുണ്ടാവും, തീർച്ചയാണ്. അങ്ങനെ ഒരു ഏജൻസി അന്വേഷിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞ് തെറ്റാണത്. ഏത് ഏജൻസി അന്വേഷിച്ചാലും. എങ്ങനെ എവിടെ MRF എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ അമിത്ഷായ്ക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് നാണം വരുന്നില്ലേ? ഇല്ലാത്ത കാര്യം എന്തിനാ പറയുന്നത്? ഇത് വെറുതെ രക്ഷപ്പെടാൻ. കാരണം ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന പ്രശ്നം എന്ന് പറയുന്നത് വില കുറഞ്ഞത് ഈ പറയുന്ന NDA ഗവൺമെന്റ് പറഞ്ഞപ്പോഴല്ല, അതിന് മുമ്പ് പിന്നെ വില കുറഞ്ഞതാണ്. ആ കാലഘട്ടത്തിൽ വില കുറഞ്ഞതിനേക്കാൾ ഇപ്പൊ വില കൂടി ഇത്രയും വരുന്നിരിക്കുക. ഇപ്പൊ എങ്ങനെ കൂടി? കോമ്പൗണ്ട് റബ്ബറിനും അതുപോലെ നാച്ചുറൽ റബ്ബറിനും ഡ്യൂട്ടി ഇമ്പോസ് ചെയ്തു. ഇതിനു മുമ്പ് ഇല്ലായിരുന്നു. ഇപ്പൊ ഏഷ്യൻ കൺട്രിയിൽ നിന്ന് മാത്രമേ ഉള്ളൂ കോമ്പൗണ്ട് റബ്ബർ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഡ്യൂട്ടി ഇല്ലാതെ. അത് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുമ്പോൾ വില കൂടും. അത് ഞാൻ പറയും, ഇപ്പൊ ഇമ്പോർട്ട് ഡ്യൂട്ടി, അതായത് കോമ്പൗണ്ട് റബ്ബറിന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി 10% ഈ പറയുന്ന നമ്മുടെ ഏഷ്യൻ കൺട്രീസിന് വരുന്നത്. ആ ഡ്യൂട്ടി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ വിലയിലേക്ക് വരും. ഏതാണെങ്കിലും കഴിഞ്ഞ കാലത്തിൽ ഇപ്പൊ UPA സർക്കാർ ഇരുന്നതിനേക്കാൾ റബ്ബറിന് വില കൂടിയിട്ടുണ്ട്. ഞങ്ങൾ ജയിച്ചു വന്നാൽ റബ്ബറിന് വില കൂട്ടിയിരിക്കും. ഇപ്പൊ ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞല്ലോ, വില വ്യത്യാസം ഉണ്ടായി. ഇപ്പൊ ഞാൻ പറഞ്ഞു 10% കോമ്പൗണ്ട് റബ്ബർ, അതായത് കോമ്പൗണ്ട് റബ്ബർ ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്ത് കളർ ചെയ്ത് ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഏഷ്യൻ കൺട്രീസിൽ നിന്നാണ്. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിയും അനിൽ ആന്റണിയും മാധ്യമങ്ങളെ കാണുകയായിരുന്നു.